ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലമാണ് മൂവാറ്റുപുഴ പാലം. ബ്രിട്ടീഷ് എഞ്ചിനീയർ W.H. എമറാൾഡിന്റെ നേതൃത്വത്തിൽ 1913 പാലം നിർമ്മിച്ചത്. കാലപ്പഴക്കമൊന്നും മൂവാറ്റുപുഴ പാലത്തിന് പ്രശ്നമല്ല. 100 വയസ്സാകാൻ പോകുന്ന പാലം ഇപ്പോഴും യൗവനത്തിൽ തന്നെയാണ്. മൂവാറ്റുപുഴയാറിന് കുറുകെ 1913 തിരുവിതാംകൂർ മഹാരാജാവിന്റെ മേൽനോട്ടത്തിൽ പാലം പണിതത്. 106 മീറ്റർ നീളവും 4.65 മീറ്റർ വീതിയുമുള്ളതാണ് പാലം. പണ്ടുകാലത്ത് വിവിധ ജില്ലകളിൽ നിന്ന് ചരക്കുമായി എത്തുന്ന കാളവണ്ടികളും മറ്റും മൂവാറ്റുപുഴയിൽ ചങ്ങാടം വഴിയാണ് കടന്നിരുന്നത്. ഇതിന് പരിഹാരമായാണ് മൂവാറ്റുപുഴയാറിന് കുറുകെ ബ്രിട്ടീഷുകാർ പാലം പണിതത്. ആദ്യം പാലം പണിതപ്പോൾ പാലത്തേക്കടെ ആൾക്കാർക്ക് പോകാൻ പേടിയായിട്ട് രാജാവും അതിൻ്റെ പണിയിപ്പിച്ച ആളൊക്കെ താഴെ വള്ളത്തിലൊന്ന് നിന്നാണ് ചരിത്രം പറയുന്നത്. പൊടിഞ്ഞാടി പോകുന്നുള്ള ഒരു പേടിയുണ്ട്. എന്നിട്ട് ആനേനെ കയറ്റി വണ്ടി പാലത്തേക്കടെ നടത്തി എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് വാഹനങ്ങളൊക്കെ കയറിപ്പോയത്, ഓടിച്ചോടിക്കുന്നത്. അന്ന് വാഹനങ്ങൾ കുറവുള്ള കാരണം വീതി കുറവായിരുന്നു പാലത്തിന്. പക്ഷേ ഇപ്പോൾ പുതിയ പാലത്തിൽ അതിന് ശേഷം പണിത പാലത്തേക്കാൾ കൂടുതൽ ഉറപ്പുണ്ട് ഈ പാലത്തിന്. 3 ആർച്ചുകൾ സെമി സസ്പെൻഷൻ ടെക്നോളജി പ്രകാരം രൂപകൽപ്പന ചെയ്ത പാലം നിർമ്മിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ് കമ്പിയും സിമന്റും കൊണ്ടുവന്നത്. പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് 160 ലക്ഷം രൂപയും കണക്കാക്കുന്നു. പാലത്തിന്റെ ബലത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പും തൃപ്തരാണ്. വിനിതൻ കുമാർ, കൊച്ചി, ഇന്ത്യ വിഷൻ.